ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. പാലയിൽ സിനിമയ്ക്ക് പോകാനാണ്, ലോകം കാണാനാണ്. അപ്പം ഒരു സിമ്പിൾ ലുക്ക് ചെയ്താലോ. അപ്പോൾ ആദ്യം ഞാൻ വാസലിൻ്റെ കൊക്കോടെ മോയ്സ്ചറൈസേഷൻ ഞാൻ ക്രീം എടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് മുഖത്ത്. ഇതൊരു ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസേഷനാണ്. അപ്പോൾ ഇനി വേണ്ടത് സൺസ്ക്രീനാണ് കേട്ടോ. പുറത്തേക്കൊക്കെ പോകുമ്പം നല്ല വെയിലായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. അപ്പോൾ സൺസ്ക്രീൻ ഞാൻ ഡാസ്ലറിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ എടുത്തിട്ട് തുറക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. നേരത്തെയാണ്ട് അത് പൂട്ടി വെച്ചതാണ്. അത് കുറേ പാട് വിട്ട് പിന്നെ കടിച്ചാണ് അത് തുറന്നത്. അപ്പോൾ ഞാനത് തുറന്ന് കുറച്ചെടുത്ത് മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മുഖത്ത് ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം. അപ്പം അത് ഞാൻ നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഹൈബ്രോ ആണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള പിരികമാണ്, നല്ല തിക്കായിട്ടുള്ള പിരികമാണ്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പം ഹൈബ്രോ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പിരികം ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ കവളുകളൊക്കെ ഒന്ന് ചുമപ്പിച്ച് കൊടുക്കാം. അതിന് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. 2 കവളിലും ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് അത് എടുത്തിട്ടുണ്ട്. അപ്പം ലേശം ഒരു മൂക്കിലും കൂടെ ഞാൻ തേച്ചിട്ടുണ്ട്. പിന്നെ താടിയുടെ അവിടെയും കൂടെ ഇച്ചിരി തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. അപ്പം മൊബൈൽ നോക്കി എനിക്ക് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ കണ്ണാടി നോക്കി വരച്ചിട്ട് വരാം. 2 വശവും താഴെയും മുകളിലുമായിട്ട് ഞാൻ വരച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ണെഴുതി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലിപ് ലൈനർ എടുത്തിട്ടുണ്ട്. ഇത് റെഡ് കളറാണ് കേട്ടോ. റെഡ് കളറിൽ ലിപ്സ്റ്റിക് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ റെഡ് കളറിൽ ലിപ് ലൈനർ എടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പം ഇത് ലിപ്സ്റ്റിക് അല്ല, ഇച്ചിരി ഓയിലി ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ, ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അത് ഞാനങ്ങ് തേച്ചിട്ടുണ്ട്, ബ്ലെൻഡ് ചെയ്തെടുത്തു. റെഡ് കളറിൽ ലിപ്സ്റ്റിക് ആയിരുന്നു. ഇനി നമ്മൾ സെറ്റായിട്ട് കമ്മലും മാലയും എടുത്തിട്ടുണ്ട്. നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ കളറ് വന്ന് പച്ചയാണ് കേട്ടോ. അപ്പം സെറ്റല്ല, നമുക്ക് പച്ചയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കമ്മൽ ഞാൻ ആദ്യം എടുത്തു, ഒരെണ്ണം താഴെ പോയി കേട്ടോ. അത് ഇനി എടുക്കണം. അങ്ങനെ കമ്മലും ഇട്ടു. പിന്നെ മാല എടുക്കാനുള്ള വീഡിയോ എടുത്തില്ല കേട്ടോ, അത് മറന്നുപോയി. മാല ഇട്ട് കഴിഞ്ഞാണ് ഓർത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല. പിന്നെ പച്ച കളറിലെ തന്നെ വളയും ഒരു സെറ്റ് ഞാൻ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടത്തെ കയ്യിൽ വാച്ചും കൂടെ കെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാച്ചും കെട്ടി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഇതാണ്. അപ്പം എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല താമരയുടെ ഡിസൈനാണ്. പക്ഷേ ഇതിൽ ഒരുപാട് പച്ച എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത്രയും കളറില്ല കേട്ടോ. അത് വീഡിയോയിൽ ഒരുപാട് കളർ കാണിക്കുന്നുണ്ട്. അപ്പം ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്. ഇനി മുടിയും കൂടെ കെട്ടാനുണ്ട്. മുടി എങ്ങനെ കെട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തം പടർത്തി ഇടണോ അതോ കെട്ടി വെക്കണോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. അപ്പം ഞാനൊന്ന് കെട്ടി നോക്കിയായിരുന്നു. എല്ലാം കൂടെ എടുത്തിട്ട് ക്ലിപ്പ് ഇടാനായിട്ട് നോക്കി. അങ്ങനെ എടുത്ത് ചെയ്തപ്പോഴേക്കും എല്ലാം കൂടെ ഒതുങ്ങിപ്പോയ പോലെ തോന്നി. അങ്ങനെ മൊത്തം എന്തോ ഒതുങ്ങിയ പോലെ തോന്നും. പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പിന്നെ നമുക്ക് മാറ്റി കെട്ടാമെന്ന് വിചാരിച്ച് മുടിയെല്ലാം കൂടെ ചീകി ഒരു സൈഡിലോട്ടാക്കിയിട്ട് നോക്കി. അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ നോക്കി സിമ്പിളായിട്ട് 2 വശത്തോട്ട് ഇങ്ങനെ ഇട്ട് മുടി ഇങ്ങനെ കുറച്ച് ഇടുവാണെങ്കിൽ ഇത് കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതായിരുന്നു കേട്ടോ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.